സഹോദരങ്ങളോട് സഹോദരിമാരോട് ഉമ്മാ മുടി നരച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഉമ്മാ നീ ഇപ്പം തലമറയ്ക്കാ തുടങ്ങിയത്? എൻ്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട് ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി, ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി. അല്ലാഹുവേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലും ബ്രിഇൻമോ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അല്ലാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരാ പറയണത്? അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം. ഈ കഷ്ടപ്പാടും പൈസ ചെലവൊന്നുമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാൻ ഈമാനുള്ള മരണം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പൈസ കൊടുക്കണോ? വേണ്ട. കഷ്ടപ്പാടുണ്ടോ? വേണ്ട. ഉറക്ക ഒഴിയണോ? വേണ്ട. ഒന്നും വേണ്ട. അല്ലാഹ് പറയണ ഒറ്റ കാര്യം ചെയ്താ ഈമാനുള്ള മരണം കിട്ടും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പൈസ ചെലവൊന്നുമില്ലല്ലോ, കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? പറ മനുഷ്യന്മാരെ, ചെയ്യൂ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് പൈസയുടെ ചെലവില്ലെന്ന്. അത് കേട്ടപ്പോ തന്നെ പകുതി ആശ്വാസമായല്ലോ. അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള മരണം വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഞാനല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു താഹയുടെ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യ മക്കളും നിസ്കരിച്ചാ, അല്ലാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2 പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1,
മരിക്കുന്ന കാലം വരെ നിനക്കും കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹ് എന്താ പറഞ്ഞേ? കൊറോണ വന്നപ്പോൾ എല്ലാവരും പട്ടിണിയാ. പള്ളിയിലെ ഉസ്താദ് പട്ടിണിയായോ? ഇല്ല. ശമ്പളം പകുതി വെട്ടിയിട്ട് ഉസ്താദും കുടുംബവും നല്ലപോലെ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട്? നീ കൊറോണ വന്നപ്പോൾ പള്ളിയിൽ കയറിയില്ല, പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കരിച്ചു. അത് തന്നെ അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. നീ തലകുത്തി ഒന്നും നടക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹ് പറയാം, ഞാൻ തരാം. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അള്ളാഹ് പറഞ്ഞു, ഞാൻ തരും. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. 2 നല്ല മരണം ഞാൻ തരാം. പറഞ്ഞ വാക്കു മാറ്റാൻ അള്ളാഹ് രാഷ്ട്രീയക്കാരനല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുവോ? നിസ്കരിക്കുവോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ. പെണ്ണുങ്ങളോ? നിങ്ങൾ നിസ്കരിക്കൂലേ? നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ. നിസ്കരിക്കത്തില്ല എന്ന് ഞാൻ പറയണില്ല. എല്ലാവരും നിസ്കരിക്കുന്നവരാ. പക്ഷെ നീ ലോഹർ നിസ്കരിക്കണേ എപ്പോഴാ പെങ്ങളെ? പള്ളിയിലെ മോദി പാവപ്പെട്ടവൻ 12:30 ആകുമ്പോൾ വിളിക്കും, അല്ലാന്ന് പറഞ്ഞിട്ട് വിളിക്കും ബാങ്ക്. നീ ലോഹർ നിസ്കരിക്കണം എപ്പോഴാ? നീ ചോറും വെച്ച്, മീനും വെട്ടി, പച്ചക്കറി അരിഞ്ഞ്, കറിയും വെച്ച്, സാമ്പാറും വെച്ച്, അവിയലും വെച്ച്, എല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി തിന്നിട്ട് ഒരു ഒളുവിൽ 2 ഫറദാ നിനക്ക്. നീ 3:30 ഒരു നിസ്കാരമുണ്ട്. അത് ഏത് മദ്ഹബാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. പിന്നെ എന്തിനാ അള്ളാഹ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കണേ? നിനക്ക് 3:30 നിസ്കരിക്കാനായിരുന്നെങ്കിൽ എന്തിനാടി 12:30 ബാങ്ക് വിളിക്കണേ? 3:30 വിളിച്ചാൽ പോരായിരുന്നോ? നിസ്കരിക്കാറുണ്ടോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. എത്ര പേരാ ഉള്ളേ? നമുക്ക് തോന്നുമ്പോൾ വല്ലപ്പോഴും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിസ്കരിക്കാൻ പോട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. മക്കള് നിസ്കരിക്കാറുണ്ടോ? മക്കള് നിസ്കരിക്കാറുണ്ടോ? ഈ വലിയ കുത്തുബുൽ അഖ്താബും വലിയ മഹാനുവാ, നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ? പേടിയുണ്ട്, പറയടാ. എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇങ്ങനെയല്ലേ പഠിച്ചേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തെല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? ഏതെങ്കിലും ഒരു താത്ത നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കളൊക്കെ മലക്കുകളാണെന്നല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കൾ 5 നേരം നിസ്കരിക്കുമെന്നല്ലതിനർത്ഥം. അതെങ്ങനെ? വാപ്പായ്ക്ക് തല്ലാൻ യോഗം ഉണ്ടാവണം. കാരണം വാപ്പ പള്ളിയിൽ പോകുന്ന ഇന്ന് വരെ മോൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ വാപ്പ തല്ല അധികാരമുള്ളത്? എടാ, വാപ്പ പള്ളിയിൽ പോയാലല്ലേ മോൻ പോത്തുള്ളൂ. പണ്ട് വാപ്പ പള്ളിയിൽ പോകുന്നത് കണ്ടാ മക്കള് വളരുന്നത്. ഇന്ന് അതും ഇല്ല. വാപ്പ തന്നെ കയറാറില്ല പള്ളിയിൽ. പിന്നെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്കൂളിൽ പോടാ തല്ല്, ട്യൂഷൻ പോടാ തല്ല്, എല്ലാത്തിനും തല്ല്. പള്ളിയിൽ പോകും, നിസ്കരിക്കുക, അതൊന്നും വിഷയമല്ല. എന്റെ പ്രിയപ്പെട്ടവര്, നമുക്ക് കളിയും തമാശയാ, നമുക്കൊക്കെ നിസ്സാരമായില്ല. എന്നിട്ടിങ്ങനെ പടച്ചോനെ ഉസ്താദെ, ബുദ്ധിമുട്ടാ ഉസ്താദെ, ദാരിദ്ര്യ ഉസ്താദെ, പ്രയാസവ ഉസ്താദെ, കച്ചവടല്ല ഉസ്താദെ, എങ്ങനെ വരാനാടാ? ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നീ അള്ളാനെ ഓർത്താലല്ലേ അള്ളാഹ് നിനക്ക് വല്ലതും തണു. നീ അള്ളാനെ ഓർക്കട്ടെ, നന്ദി കാണിക്കണ്ട. നീ നന്ദി കാണിക്കണില്ലല്ലോ, പിന്നെന്താ ഓളം ഉണ്ടോ പടച്ചോന് നിനക്ക് കോരി തരാൻ? അള്ളാഹു പറയുകയാ, 5 നേരം നീ നിസ്കരിക്ക്, നിനക്ക് ഞാൻ തരാം ഭക്ഷണം. നീ തെണ്ടാനും പിടിച്ചു പറിക്കാനും ഒന്നും പോകണ്ട. ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും അള്ളാഹ് നിനക്ക് ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. 2 നല്ല മരണം. അതാ ചിലരൊക്കെ നീ ചോദിച്ചല്ലോ, ചിലരെയൊക്കെ വെള്ളിയാഴ്ച പള്ളി കൊണ്ടുവന്ന് മയ്യത്ത് വെച്ചപ്പോൾ നീ ചിന്തിക്കും, അള്ളാഹ് ഇവൻ രാഷ്ട്രീയക്കാരനല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനല്ല. എടാ, കൂലിപ്പണിക്കാരെ ഇവൻ എന്ത് ചെയ്തിട്ടാണ് അള്ളാഹ് ഈ വെള്ളിയാഴ്ച മരണം കൊടുത്തേ? അലയ്ക്കുക. എടാ, ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നം മരിച്ചപ്പോ പോലും പള്ളി നിറഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട പെണ്ണ് മരിച്ചപ്പോ പള്ളി നിറയെ ആള്, പുറംപള്ളിയും നിറഞ്ഞു. എങ്ങനെ? അതാണ് പഠിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് നോമ്പല്ലായിരുന്നു, ഇന്ന് നിസ്കാരത്തിന്റെ വാർഷികമല്ലായിരുന്നു. അല്ലേ സാർ? ഇന്ന് നിസ്കാരത്തിന്റെ വാർഷികമായിരുന്നല്ലോ. ഇന്ന് നിസ്കാരത്തിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വാർഷികമായിരുന്നല്ലോ. എന്ത് വാർഷികമായി എനിക്ക് നിങ്ങൾക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം അള്ളാഹു നൽകും നിസ്കരിച്ച. ഇനിയെങ്കിലും നീ തീരുമാനിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നിസ്കരിക്കാൻ വല്ലാത്ത മടിയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ നിന്ന് ഇമാം മിഹ്റാബിൽ നിന്ന് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടാമത്തെ ഖുതുബ തീരാറാകുമ്പോ ഇന്നല്ലാഹു യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫശാഇ വൽ മുൻകർ എന്ന് രണ്ടാമത്തെ ഖുതുബയുടെ അവസാനം പറയുമ്പോ പള്ളിക്കകത്തേക്ക് ചാടിക്കേറുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സലാം വീട്ടിയിട്ട് ഇറങ്ങി ഓടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു യുവത്വമേ, നിനക്കറിയുമോ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് ചെറുപ്പക്കാരനാണ്, യുവാവാണ്, പെണ്ണ് കെട്ടിയിട്ട് പോലുമില്ല. ആ ചെറുപ്പക്കാരനായ ഹുബൈബ് മുസ്ലിമായിട്ട് നടക്കുമ്പോ പടച്ചവനെ ശത്രുക്കൾ ഹുബൈബിനെ പിടിക്കുകയാ, അവിടെ നിന്ന് പിടിച്ചു കെട്ടിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. അവസാന ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുമോ ഹുബൈബേ? ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. ഹുബൈബിന്റെ കൂട്ടുകാരാണ് ശത്രുക്കള്. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കളികൂട്ടുകാരനാണ്. ഹുബൈബേ, പെണ്ണ് കെട്ടിയിട്ടില്ലടാ, എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? അതുകൊണ്ട് നീ മതം മാറിയിട്ട് തിരിച്ചു വാ. എന്നിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. ശത്രുക്കൾ പറഞ്ഞു, എങ്കിൽ നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ, നിന്നെ ഞങ്ങൾ ജീവനോടെ വിടാ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ജീവൻ വേണ്ട. അവസാന ഹുബൈബ് തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താ? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നിന്റെ മോഹം എന്താണെന്ന് പറ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എന്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരും. അവര് വിചാരിച്ചു ജീവനോടെ തിരിച്ചു വിടണമെന്ന് പറയുമെന്ന്. എങ്കിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ സമയം തരുവോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ അഭിലാഷം 2 റക്അത്ത് നിസ്കരിക്കണമെന്നായിരുന്നു. അവിടെ നിന്ന് സമ്മതം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് വുളുവെടുത്തു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്നങ്ങ് നിസ്കാരം കഴിഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിലേക്ക് വീണു. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, പെട്ടെന്ന് നിസ്കരിച്ചത് റബ്ബേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ. എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്നാദ്യമായിട്ടാ ചെറുതോതിയത്. പടച്ചവനെ, പെട്ടെന്ന് നിസ്കാരം നിർത്താനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം എങ്ങാണം നീണ്ടുപോയാൽ ഇവന്മാര് പറയും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഹുബൈബ് നിസ്കാരം നീട്ടിയതെന്ന് ഇവര് കളിയാക്കുന്നല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു. കൈകാലുകൾ കെട്ടി. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. ഹുബൈബിന്റെ മുഖം അവർക്ക് കാണണമായിരുന്നു. ഹുബൈബ് തങ്ങളുടെ കൈകാലുകളെ കെട്ടിയിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുമ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, പറയടാ, ഇനിയെങ്കിലും പറ, നീ മതം മാറുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, കുന്തമെടുത്തു കൊണ്ടുവന്നു. ഹുബൈബ് തങ്ങളുടെ നെഞ്ചിലും വയറ്റിലും ഇങ്ങനെ കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുകയാ. ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ കമ്പ് കുത്തിയിറക്കി, കുന്തം കുത്തിയിറക്കി ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ.
താഴെ നിന്നിട്ട് ചിരിക്കുകയാ, താഴെ നിന്നിട്ട് കളിയാക്കുകയാ. ഹുബൈബ് തങ്ങള് മരണവേദന കഴുത്തിൽ കയറ് മുറുകുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങള് പിടയുമ്പോ അതാ വരികയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? വാപ്പാ, വെറുതെയല്ല നീ പള്ളിയിൽ പോയി നിസ്കരിച്ചത്. രോഗം പിടിച്ചിട്ടും പടച്ചവനെ വേച്ച് വേച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിക്കാതെ സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കളിക്കുമ്പോ ചിരിക്കുമ്പോ സുഖിക്കുമ്പോ അതേ വീടിന്റെ അകത്ത് നിസ്കാര റൂമിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ഉമ്മാ? മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് അസ്റായിലും തന്റെ അനുയായികളും ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് ഇബ്നു അദി തങ്ങൾ പിടയുമ്പോ താഴെ നിന്നിട്ട് കളിയാക്കി ചിരിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ ഹുബൈബേ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബേ വിഷമിക്കുന്നത്? നിന്നെ കളിയാക്കി ചിരിക്കുന്നില്ലേടാ ഹുബൈബേ? വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറയുകയാ, പറ ഹുബൈബേ, വിളിച്ച് ശഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറയടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് തൂക്കുകയറിൽ കിടന്ന് പിടയുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചി വീഴുന്നത് പോലെയാണത് കേട്ടത്. അവര് വരണ്ടു പോയടാ, അവര് പേടിച്ചു പോയടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു, ചിരിക്കടാ ഹുബൈബ്. ഇതുവരെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ്. വാപ്പാ, 5 നേരം നിസ്കരിച്ച നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരുന്നത് കഞ്ചാവടിച്ച് നടക്കുന്ന മകനല്ല, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കേറാത്ത വൃത്തികെട്ടവനല്ല, അല്ലാഹനെ മറന്നുകൊണ്ട് ദുനിയാവിലൂടെ നടന്നവനല്ല ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. പടച്ചവനെ സീരിയലും സിനിമയും കണ്ടുകൊണ്ട് തലമറയ്ക്കാതെ ചാറ്റിക്കൊണ്ട് നടക്കുന്നവളല്ല ഉമ്മ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. ആര് പറഞ്ഞു തരുമെന്നറിയോ? നിസ്കരിക്കുന്നവർക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട. പിന്നാര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറഞ്ഞു തരും. പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായില് പറഞ്ഞു തരും. പറയടാ, പറയാ പേടിയോ? ആ സമയത്ത് നീ ഒന്ന് സംശയിക്കുമ്പോ അസ്റായില് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരനാ പറയുന്നത്. പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരുമ്പോ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ വാപ്പാ? മയ്യ
മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കണ്ടേ. അതിനാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പൊന്നുമോളെ, ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, സഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സഹാബത്ത് അവിടുന്ന്, സഹാബി അവിടുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശത്രുക്കള് പറയുകയാ, ശത്രുക്കള് പറയുകയാ, ഹുബൈബിന്റെ മുഖത്തവര് നോക്കുകയാ. പടച്ചവനെ, തൂങ്ങിച്ചാവുന്നവന്റെ കണ്ണു തള്ളുമല്ലോ, അവൻ മലമൂത്ര വിസർജനം നടത്തുമല്ലോ, നാവ് കടിക്കുമല്ലോ, പേടിപ്പിക്കുന്ന കോലത്തിൽ കിടക്കുമല്ലോ. എങ്കിൽ കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ നോക്കിയിട്ട് ശത്രുക്കള് പോലും പറഞ്ഞു, അല്ലാ, ഇതെന്തു മരണമാ അല്ലാ, ഇതെന്തൊരു ചിരിയാ അല്ലാ. അന്ന് ആ ചിരി കണ്ടിട്ട് എത്രയോ പേര് മുസ്ലിമായി, എത്രയോ പേര് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹയാ പറഞ്ഞത്, അല്ലാഹയാ പറഞ്ഞത്, വല്ലാഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരുമെന്ന് പടച്ച റബ്ബാ പറഞ്ഞത്. ഇനി നിനക്ക് ഇതിനേക്കാളും എന്തേ വേണ്ടത്? ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് പോലും അടിക്കാൻ സമ്മതിച്ചില്ല, തൂക്കിയിട്ടിരിക്കുകയാ. ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ശത്രുക്കള് കാവല് നിൽക്കുകയാ, ശത്രുക്കള് കാവല് നിൽക്കുകയാ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി, മുത്തുനബിക്ക് വല്ലാത്ത വേദനയായി. റസൂലുള്ള ചോദിച്ചു, സ്വഹാബാ, ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ. അവിടെ അനുവാദം ചോദിച്ചു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കള് കൂടി നിന്ന് കള്ളു കുടിക്കുകയാ, ശത്രുക്കള് മുഴുവനും ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാ. അപ്പോഴാണൊരു പെണ്ണോടി വരുന്നത്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ സുന്ദരിയായ സൗന്ദര്യറാണിയായ ഒരു പെണ്ണിങ്ങനെ ഓടി വരികയാണ്. കള്ളു കുടിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണ് ചോദിച്ചു, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? ശത്രുക്കൾ ചോദിച്ചു, പെണ്ണേ, ചത്തവന്റെ തല നിനക്കെന്തിനാ? എന്തിനാ ഹുബൈബിന്റെ തല ചോദിക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കണം. ആരാ വെട്ടിത്തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവൻ എന്റെ ശരീരം തരാ. അവിടുന്ന് തന്റെ മാറിടമിങ്ങനെ തുറന്നു കാണിക്കുമ്പോ ഒരു പിടിച്ച വാളുമായിട്ട് ചെറുപ്പക്കാരോടുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാൻ പടച്ചവനെ സ്വഹാബി പറയുകയാണ്, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാ. എന്താണ് നടക്കുന്നതെന്നറിയണമല്ലോ. പടച്ചുറപ്പേ, തലവെട്ടാ പോയവന്മാര് നാലു ഭാഗത്തേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. ജീവനും കൊണ്ട് ശത്രുക്കൾ ഓടുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കാണുന്നില്ല, ജനാസ കാണുന്നില്ല.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് സ്വഹാബി പറയുന്നു, നബിയേ ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. എന്തിനാ നബിയേ ചിരിക്കുന്നത്? ആരാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കിയതെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അതാ എളുപ്പത്തിൽ പെണ്ണ് ളുഹറിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സർവ്വ ജോലികളും മാറ്റിവെച്ച് കൈകാലുകൾ കഴുകിയിട്ട് ഉളുവെടുത്തിട്ട് നിസ്കരിക്കുന്ന പെങ്ങള്, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ നീ മരിച്ചുപോയെന്ന് പറഞ്ഞ് വിളിച്ചു പറയുമല്ലോ. അങ്ങനെ നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ പരിസരത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ഒതുവെടുപ്പിക്കുമല്ലോ. ശരീരം നല്ലതുപോലെ തുടയ്ക്കുമല്ലോ. പുതിയ തുണിയിൽ പൊതിയുമല്ലോ. 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് നിന്നെ വാരിയെടുത്തു കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ച് സുഗന്ധങ്ങൾ തേച്ച പഞ്ഞിയെടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദാരത്തിൽ പഞ്ഞിയെടുത്ത് വെച്ചോ. എന്നിട്ട് കഫം പൊതി തുണിയാ തുടങ്ങുമ്പോ നിന്റെ വീട്ടുകാര് പറയുന്ന കാണണ്ടവരൊക്കെ കണ്ടോ ഇതാ പൊതിയാ പോകുകയാ, ഇതാ പൊതിയാ പോവുകയാ. തിരക്ക് കൂടുമ്പോ നിന്റെ വീട്ടുകാര് തന്നെ പറയും കണ്ടതൊക്കെ മതി പൊതിയാൻ. അവിടെ നിന്ന് പൊതിയുകയാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ച മയ്യത്ത് കട്ടിലിലേക്ക് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമല്ലോ. പ്രതിഫലം കേക്കടാ ചെറുപ്പക്കാരാ, പ്രതിഫലം കേക്കടാ പൊന്നുമോരെ. അതാ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളി നിറഞ്ഞിരിക്കുകയാ. വല്ലാത്ത ജനമാ, കാലുകുത്താ സ്ഥലമില്ല. പള്ളിയിൽ ഒരാൾക്ക് പോലും കേറാ സ്ഥലമില്ല. പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പടച്ചവനെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാരോ എംപിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ MLA വരുന്നത് കൊണ്ടല്ല. പടച്ചവനെ പിന്നെ ആര് വരുമെന്നറിയോ? നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച ഉമ്മമാര്, നിന്റെ മയ്യത്ത് കബറടക്കാൻ വരുന്നതാരാ? ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയോ. ആകാശലോകത്ത് നിന്ന് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാടാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. നിന്റെ മയ്യത്ത് കബറടക്കാൻ വരികയാ. വെറുതെ പറഞ്ഞതല്ല, സിറാജ് വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കിയത് മലക്കുകളാണ് സഹാബാ. അല്ലാഹു
അല്ലാഹുവിന്റെ മലക്കുകളാ കബറടക്കിയത്. ഹുബൈബിന്റെ അവസാനത്തെ അഭിലാഷം നിസ്കരിക്കണമെന്നായിരുന്നു പെങ്ങള്, നിസ്കരിക്കണമെന്നായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. നല്ല മരണം വേണ്ടവർ നിസ്കരിക്കാൻ അല്ലാഹു പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, വെറുതെ മരിച്ചാ പോരാ, എവിടെയെങ്കിലും കിടന്ന് ചത്താ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമോ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, പടച്ച റബ്ബേ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ നല്ല ഒരു മരണം കിട്ടാൻ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല തമ്പുരാരെ. റബ്ബേ ഒരു നല്ല മരണം തരണേ അല്ലാ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. നിങ്ങൾ തൗബ ചെയ്യാതെ മരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്, മനുഷ്യര് മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? ചെയ്ത തെറ്റ് റബ്ബിനോട് ഏറ്റുപറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഖ്ബലു തൗബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന് തൗബ ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാ. ഏതുവരെയാണ് തൗബ സ്വീകരിക്കപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നത് വരുന്നത്, അവന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുന്നത് വരെ ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, തൗബ ചെയ്യാൻ വല്ലാത്ത മടിയാണ്, തൗബ ചെയ്യാൻ വല്ലാത്ത മടിയാണ്. നാളെ നന്നാകാമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി നീക്കുന്നവര്, നാളെ ഈ ദുനിയാവിൽ നീ ഉണ്ടാകുമെന്നാരാടാ പറഞ്ഞത്? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. തൗബ ചെയ്യാ സമയം കിട്ടാതെ മരിച്ചാ, തൗബ ചെയ്യാതെ ചത്തുപോയാ, ഖസറ ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാ. അതുകൊണ്ട് പടച്ചവനെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ. കള്ള് കുടിക്കുന്നവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, ചതിയും വഞ്ചനയും കാണിച്ചവരുണ്ടല്ലോ, നിസ്കരിക്കാത്തവരുണ്ടല്ലോ, അല്ലാഹനെ മറന്നു നടന്നവരുണ്ടല്ലോ. എല്ലാവരും പാപം ചെയ്തവരാ, എല്ലാവരും തെറ്റ് ചെയ്തവരാ. പക്ഷേ തെറ്റിനെ ചുമക്കല്ലേ,
തെറ്റിനെ ചുമന്നുകൊണ്ട് നടക്കല്ലേ. ചെയ്തു പോയ പാപങ്ങളെ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ. ഒരുപാട് തൗബ ചെയ്യണേ, ഒരുപാട് തൗബ ചെയ്യണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു തെറ്റു ചെയ്തു നബിയേ, എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞു പശ്ചാത്തപിച്ചു മടങ്ങി. പിറ്റേന്നും ഞാൻ ആ തെറ്റു ചെയ്തു നബിയേ, എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തൗബ ചെയ്യണം. ചെയ്തു പടച്ചവനെ നീ മഴ തരണേ അല്ലാഹ്, വല്ലാത്ത ക്ഷാമമാണ് പടച്ചവനെ നീ മഴ തരണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുമ്പോ അതാ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ, അല്ലാഹു ദുആ സ്വീകരിക്കില്ല നബിയേ. എന്തേ ജിബ്രീലേ? കാരണം അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരു വൃത്തികെട്ടവനിരിപ്പുണ്ട്. അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയില് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാളുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. അല്ലാഹുവേ, മൂസാ നബിക്കതാ അവിടെ നിന്ന് വഹി കടന്നു വരികയാ. അവിടെ നിന്ന് വഹി വന്നു കഴിയുമ്പോ മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, ഇരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഒരു മോശക്കാരനായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണേ, അദ്ദേഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണേ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുമ്പോ ജനങ്ങൾ ചിന്തിക്കുന്നു, ആരാ പടച്ചവര്? 40 കൊല്ലമായിട്ട് പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന മോശക്കാരനായ മനുഷ്യനാരാ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ആ സമയത്താണ് ആ മോശക്കാരനായ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ ഇത്രയും മോശക്കാരനാണല്ലോ അല്ലാ. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ എല്ലാവരും എന്നെ അറിയുമല്ലോ, ഞാൻ നാണം കെടുമല്ലോ. പടച്ച റബ്ബേ, എഴുന്നേറ്റ് പോകാതിരുന്ന മഴ പെയ്യില്ലല്ലോ അല്ലാ. ഞാൻ അത്ര വലിയ പാപിയായി പോയല്ലോ. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാണ്. തന്റെ തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആരും കേൾക്കാതെ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പടച്ചവരെ. ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്, ഞാൻ അംഗീകരിക്കുന്നു പടച്ചവന്. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലോ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലോ. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് ജീവിക്കുമല്ലോ. എനിക്കൊരവസരം തരണേ അല്ലോ. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയോ. എന്നിട്ട് പറയുന്നു, റബ്ബേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലോ, മഴ തരണേ അല്ലോ. ഈ മനുഷ്യനെ പെടുന്ന ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്, മഴയുടെ അടയാളം വരികയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുമ്പോ ജനങ്ങൾ മുഴുവനും സന്തോഷത്തിൽ അവിടെ നിന്ന് ഓടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല, ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. പിന്നെ എങ്ങനാ മഴ വന്നത്? പിന്നെ എങ്ങനാ മഴ വന്നത്? അപ്പോഴാണ് പറയുന്നത്, മൂസ നബിയേ, ആ മനുഷ്യൻ ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്തോ. ആ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിലാ അല്ലാഹു മഴ തന്നതെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മണിക്കൂറുകൾ ദുആ ചെയ്തില്ല. പറഞ്ഞത് ഒരേ ഒരു വാക്കാ. അതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, അതിൽ
ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയണേ. റജബ് മാസമാണ്, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. റജബുന് ശുക്റുല്ലാഹ്, റജബ് എന്റെ മാസമാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ റജബ് വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ റമദാൻ എന്ന് പറയുന്ന പരിശുദ്ധമായ പുണ്യമായ മാസം കടന്നു വരുന്നതിന് മുമ്പ് 2 മാസം മുമ്പേ ഒരുങ്ങണമെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. എന്തൊരുക്കമാ നടത്തിയത്, എന്ത് തയ്യാറെടുപ്പാ നടത്തിയത്. റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്തിട്ടുണ്ട് ബാപ്പാ? നിന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പ്രിയപ്പെട്ട മാതാവ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, റജബ് മാസം കടന്നു വന്നപ്പോ വീട് വൃത്തിയാക്കിയില്ലേ, ചെലന്തി വല അടിച്ചില്ലേ, ആവശ്യമില്ലാത്തത് മുഴുവനും എടുത്ത് കത്തിച്ച് കളഞ്ഞില്ലേ, വീടും പരിസരവും വൃത്തിയാക്കിയില്ലേ? എന്റെ ഉമ്മ കല്യാണം വല്ലതും വരുന്നുണ്ടോ? ഇല്ലടി മോള്, റമദാൻ വരുന്നു മോള്, അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നു. ആ റമദാനിനെ സ്വീകരിക്കാനാ നിന്റെ ഉമ്മ വീടും പരിസരം വരം വൃത്തിയാക്കുന്നത് കണ്ടവളാ. പക്ഷേ നീ മറന്നുപോയല്ലോ, നീ അതൊക്കെ മറന്നുപോയല്ലോ. ഇതുവരെ നിനക്ക് പോലും നന്നാകാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് റജബ് തീരുകയാ, റജബ് തീരുകയാ. ഇത് സാധാരണ മാസമല്ല. കളിക്കല്ലേ, കളിക്കല്ലേ, തമാശ കാണിക്കല്ലേ. ഇത് അള്ളാന്റെ മാസമാ, അള്ളാനോട് കളിക്കല്ലേ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. അള്ളാടെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും പറയേറ്റ് പറയാ തീരുമാനിക്ക്. അല്ലാഹു ഗഫൂറല്ലേ, അല്ലാഹു റഹീമല്ലേ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു ഗഫൂറാ, എത്ര വലിയ പാപം ചെയ്തവനും പുറത്തു കൊടുക്കുന്നവനാ അല്ലാഹ്. അതുകൊണ്ട് ഇനി അവസരം കിട്ടണമെന്നില്ല, ഇനി അവസരം കിട്ടണമെന്നില്ല. അടപടച്ച റബ്ബിനോട് ചെയ്തത് മുഴുവനും എണ്ണി എണ്ണി പറഞ്ഞോ. കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോ ഡലിവ് റബ്ബിന് തോന്നണ. പടിവാതിലൊഴിയാ അതെവിടെയും നീ കരയണേ. നീ കരയുന്നത് കണ്ടിട്ട് അല്ലാഹുവിനോട് പോലും സങ്കടം തോന്നണം, അല്ലാഹുവിന് സങ്കടം തോന്നണം, മലക്കുകൾക്ക് സങ്കടം തോന്നണം. അതുപോലെ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും എണ്ണി എണ്ണി പറഞ്ഞോ. എങ്ങനാ പറയേണ്ടതെന്നറിയോ? വെറുതെ പറയല്ലേ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ. നഫ്സന്ന ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പറയേണ്ടതൊക്കെ പറഞ്ഞോ. ഇത് ലാസ്റ്റ് ചാൻസാ, ഇത് അവസാനത്തെ ദിവസമാ, ഇത് അവസാനത്തെ മജ്‌ലിസാ, ഇത് അവസാനത്തെ രാത്രിയാ. ഇനിയൊരവസരമില്ല, ഇനിയൊരവസരമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.